അമ്പലപ്പുഴി ഉണ്ണി കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെ ഓതി വന്നു. ഞാൻ പാലക്കാട് പോയില്ലായിരുന്നു, പാലക്കാട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തില്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ല. ആരെയും മോശമാക്കി ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ മോശമാക്കിയെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പ്രതിപക്ഷ നേതാവിനെ പറ്റി പറഞ്ഞു, KPC പ്രസിഡന്റിനെ പറ്റി പറഞ്ഞു, ആരെയും പറ്റി പറഞ്ഞില്ല. ഞാൻ എൻ്റെ ഫാദറിനെ കൊല്ലുമെന്ന് പറഞ്ഞ ടീമുകളാവുള്ളത്. അപ്പോൾ അവരിൽ നിന്ന് ഇതിൽ കൂടുതൽ എന്താ പ്രതീക്ഷിക്കുക? പെട്ടെന്ന് പിണങ്ങുന്ന ആളാണോ? ഫസ്റ്റ് ആഗ്രഹമായിരുന്നു കർണാന്റെ പുറകെ നിൽക്കുന്ന പോലീസാണ്. ഒരു സമയമായ വിവാഹം കഴിക്കണം എന്നത് അത് ആരാ തീരുമാനിച്ചത്? അങ്ങനെ കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്നത് നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ജനസമ്മതിയുള്ള നേതാവ് ആര് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രം, ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ പുതുപ്പള്ളിക്കാർ ആ മണ്ഡലത്തെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചേൽപ്പിച്ചതും അദ്ദേഹത്തിൻ്റെ മകനെ തന്നെയാണ്. അതെ, ഇന്ന് നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നത് ചാണ്ടി ഉമ്മൻ MLA ആണ്. നമസ്കാരം. നമസ്കാരം. 2023 സെപ്റ്റംബർ 11 പുതുപ്പള്ളിക്കാരുടെ നായകനായി ചുമതലയേറ്റൊരു ദിവസമാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 1.5 വർഷക്കാലം എങ്ങനെയുണ്ട്? പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്, ചലഞ്ചസും ഉണ്ട്. പക്ഷേ അതിൽ ഞാൻ സംതൃപ്തനാണ്. കഴിഞ്ഞ 1.5 വർഷക്കാലം ഞാൻ പുതുപ്പള്ളി എന്നെ കൊണ്ടാവുന്ന വിധം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. കുറേയൊക്കെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ അന്യൊന്നുമല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2006 മുതൽ ഓരോ പ്രധാന പദവികൾ വഹിച്ചു വരുന്ന ഒരാളാണ്. ഡൽഹിയിൽ കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ട് ഓരോരോ പദവികൾ. അവിടെ നിന്ന് ഇപ്പോൾ നിൽക്കുന്നത് MLA എന്ന പദവിയിലാണ്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ സംഭവിച്ചത്? നിരന്തര യാത്രകളായി മാറി. നിരന്തര യാത്രകൾ. ഞാൻ പണ്ട് യാത്ര ചെയ്യും, പക്ഷേ ഇത്രയും നീണ്ട യാത്രകളും അതുപോലെ ബ്രേക്ക് ഇല്ലാത്ത രീതിയിലുള്ളൊരു എന്താ പറയുക വർക്കും നമുക്ക് മറ്റേതൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രൊഫഷനാണെങ്കിലും ഒരു ബ്രേക്ക് ഉണ്ട്. പക്ഷേ ഇപ്പം ബ്രേക്ക് ഇല്ലാത്ത ഒരു ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിലൊരു വ്യത്യാസമുണ്ട്. അപ്പ എന്ന് പറയുന്നത് വളരെ സൗമ്യനായ ഒരു നേതാവ്. ഈ പറഞ്ഞതുപോലെ ആരോടും അങ്ങനെ ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. എപ്പോഴും ചിരിച്ച് കാണുന്നൊരു പ്രകൃതമാണ്. അച്ഛനോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഇതിലെങ്കിലും ഒന്ന് പ്രതികരിക്കുക, ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കല്ലേ ആ ഒരു സമയത്ത്? അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതവും അദ്ദേഹത്തിൻ്റെ ശൈലിയും അങ്ങനെ രൂപപ്പെടുത്തിയ ഒരു വ്യക്തിത്വമാണ്. ഇപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം അദ്ദേഹം ചെയ്യണമെന്നില്ല. പക്ഷെ അദ്ദേഹം ചെയ്യുന്നതെല്ലാം ശരിയായിരുന്നു എന്ന് കാലം തെളിയിച്ചു. അദ്ദേഹം ഇന്ന് നമ്മളോടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഉണ്ടെങ്കിലും അദ്ദേഹം ഇന്നും ഉണ്ട്. ഞങ്ങളെയൊക്കെ ഇന്നും മുന്നോട്ട് നയിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഒരു കരുത്താണ്, അദ്ദേഹത്തിൻ്റെ ഒരു പകർന്നു നൽകിയ സ്നേഹമാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് അദ്ദേഹം ഞങ്ങളെ സംബന്ധിച്ച് മരിക്കുന്നില്ല. ഈ മറ്റുള്ളവർ ചോദിക്കുന്ന പോലെ അച്ഛനിൽ നിന്നും പകർന്നു കിട്ടിയത് ഈ മുടി ചീകാതെ നടക്കുന്നതോ ചപ്പലിടാതെ നടക്കുന്നതോ അതൊന്നും അല്ല ഞാൻ ചോദിക്കുന്നത്. അച്ഛനിൽ നിന്നും പകർന്നു കിട്ടാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്ന ഈ അപ്പനെ പോലെ ആവുക, അല്ലെങ്കിൽ അതിലുപരി വളരുക, അതൊക്കെ നമുക്ക് ഒട്ടും സാധ്യമല്ല. അപ്പനെ പോലെ ഒരാൾ മാത്രമേ ഉള്ളൂ ഇന്ന് ലോകത്ത്. അതുപോലെ ആകാൻ എന്തായാലും സാധിക്കില്ല. പക്ഷേ എന്നാലും അതിനൊപ്പമെങ്കിലും എത്തണം എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എത്തണമെന്നൊരു തോന്നലില്ല, കാരണം അതെത്താൻ സാധിക്കാത്തതുകൊണ്ട്. പക്ഷെ നമ്മളെന്താണോ അതാണ് ഞാൻ. ഇപ്പം ഞാൻ എന്താണോ, നമ്മൾ എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിൽ നിന്നൊരു മാറ്റവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം ആരാവാനും ഞാൻ ശ്രമിക്കുന്നില്ല, ആരാവാതിരിക്കാനും ഞാൻ ശ്രമിക്കുന്നില്ല. ഞാൻ എങ്ങനെയാണോ അങ്ങനെയാണ്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തെ പോലെ ഞാൻ ശ്രമിക്കാറുമുണ്ട്. പക്ഷേ ആവാൻ പറ്റുമോ? ഇല്ല. അതേസമയം ഞാൻ എങ്ങനെയാണോ ഞാൻ അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ അതിനകത്ത് അദ്ദേഹത്തിൽ നിന്ന് കണ്ടുപിടിച്ചത് അദ്ദേഹം ആൾക്കാരെ, ഏതൊരു വിഭാഗം ജനങ്ങളെയും സഹായിക്കുക എന്നുള്ളതാണ് അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നത്. അപ്പോൾ എൻ്റെ പരിധി കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് ചെയ്യുക, അതാണ് അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. എൻ്റെ ചെറുപ്പം നാൾ മുതൽ ഞാൻ ചെയ്യുന്ന ആ കാര്യമാണ്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ അദ്ദേഹത്തെ ഇപ്പോൾ ഒത്തിരി ക്വാളിറ്റീസ് ഉണ്ട് അദ്ദേഹത്തിന്, അത് ഏറ്റെടുക്കുക എളുപ്പമല്ലതായിരുന്നു. ഇപ്പോൾ ഈ 1.5 വർഷക്കാലം കൊണ്ട് മനസ്സിലായി കാണും, ഈ കുട്ടിക്കാലത്തും അതുപോലെ തന്നെ കോളേജ് വിദ്യാഭ്യാസ കാലത്തും ഒക്കെ ഈ അച്ഛനെ കൂടെ കിട്ടിയിട്ടുണ്ടാവില്ല. ഭയങ്കര തിരക്ക് പിടിച്ചൊരു ജീവിതമായിരിക്കും. ഇപ്പം എനിക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ട് ഈ 1.5 വർഷക്കാലം കൊണ്ട് എന്തുകൊണ്ട് അങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ കുട്ടിക്കാലത്ത് അത്രയും ശ്രദ്ധിച്ചിട്ടില്ല. ഇച്ചിരി വലുതാകുമ്പോഴാണല്ലോ, അല്ലെങ്കിൽ ഒരു കൗമാരം കഴിഞ്ഞ് കോളേജ് കഴിയുമ്പോഴാണ് നമ്മൾ ഇച്ചിരി ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഞാൻ വേണമെങ്കിൽ ഇച്ചിരി കഴിഞ്ഞിട്ടാണെന്ന് പറയാം. തീർച്ചയായിട്ടും എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലാവും. കാരണം യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണമല്ലോ. ഇപ്പം നമുക്ക് എളുപ്പമല്ല. ഇപ്പം ഒരു സമൂഹം മുഴുവൻ നമ്മളെ സഹോദരനായിട്ട് പിതാവുമായിട്ട് കരുതുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ മാത്രം സ്വന്തം കുടുംബമാണെങ്കിൽ പോലും അങ്ങനെ സ്പെൻഡ് ചെയ്യാനോ കാര്യങ്ങൾ നോക്കാനോ സാധ്യമല്ല എന്നുള്ളത് കൃത്യമാണ്. ഇപ്പം നമുക്ക് ഇപ്പം ഞാൻ 8 to 12 വരെ വർക്ക് ചെയ്യുന്ന ദിവസങ്ങളുണ്ടായിട്ടുണ്ട്.
ഞാൻ ആലോചിക്കും എങ്ങനെയാണ് നോർമൽ ലൈഫ് സാധ്യമാകുക. അത് ഞാൻ പറയാം, ബ്രേക്ക് ഇല്ലാത്ത ഒരു വർക്ക് സ്ട്രെച്ചാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അപ്പം ചിലപ്പോൾ രാത്രി 2 മണി 3 മണിക്കൊക്കെയാണ് ട്രാവൽ ചെയ്യുന്നത്. ഇവിടെ വന്ന് വീണ്ടും വർക്ക് ഷെഡ്യൂൾ അതേപോലെ തന്നെ മാറുന്നു. അപ്പോൾ എളുപ്പമല്ല അതങ്ങനെ ഏറ്റെടുക്കുക എന്നുള്ളത്. കാറിൽ വരെ കിടന്നുറങ്ങിയ ഞാൻ കാറിലാണ് മിക്കവാറും ഇപ്പം ഉറങ്ങാറുള്ളത്. അപ്പോൾ കാറിൽ ഇറങ്ങിയാണ് ഞാൻ ട്രാവലിങ്. പക്ഷേ എനിക്കതുകൊണ്ട് തന്നെ ചെറിയ ഹെൽത്ത് ഇഷ്യൂസും ഉണ്ട്. ശരിക്കും ഈ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ സുപ്രീം കോടതി അഭിഭാഷകൻ, അതുപോലെ തന്നെ അധ്യാപകൻ, കൂടാതെ ഒരു IAS കാരനാകാനായി പഠിച്ചിരുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പോലീസുകാരനാവാനാണ് ആഗ്രഹിച്ചിരുന്നത്. ഇതൊക്കെ കേട്ടറിവാണ്. ഫസ്റ്റ് ആഗ്രഹം അങ്ങനെയായിരുന്നു ഫസ്റ്റ്. പക്ഷേ എൻ്റെ അൾട്ടിമേറ്റ് എന്നും എൻ്റെ ചെറുപ്പത്തിലും അവസാനം ഞാൻ പൊളിറ്റീഷ്യൻ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ആഗ്രഹമായിരുന്നു കർണാൻ്റെ പുറകെ നിൽക്കുന്ന പോലീസാവുക. പക്ഷേ ഈ IAS കാരനായി പഠിക്കാൻ അത് വീട്ടുകാർ നിർബന്ധം. ഈ IPS കാരാണല്ലോ ഇപ്പോൾ ഈ CM-ൻ്റെ പുറകെ നിൽക്കുന്നത്. അങ്ങനെ അങ്ങനെ ആയിരിക്കാം ആ ഒരു ഇതിലങ്ങ്. ബിക്കോസ് എനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ സിവിൽ സർവീസിലൂടെ ഐഡൻറ്റിറ്റി ഉണ്ടാക്കാം എന്ന് ആഗ്രഹിച്ച് കണ്ടത് അതായിരിക്കും. ഈ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടി സാറെന്ന് പറഞ്ഞൊരു ജനസഞ്ചയമാണ്. എപ്പോൾ സാറിനെ കാണാൻ വന്നാലും കൂടെ ഒരു കൂട്ടം ആളുകളുണ്ടാവും. അത് ചിലപ്പോൾ ആഹാരം കഴിക്കുന്ന സമയത്താണെങ്കിൽ കൂടി ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സമയം എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ക്രൗഡ് പുള്ളറായ ഒരു നേതാവിനെ കാണാൻ സാധിക്കുന്നില്ല. അത് നിങ്ങളുടെ പാർട്ടിയിലാണെങ്കിൽ കൂടി കാണാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ നേതാക്കന്മാർക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ പറ്റാത്തതെന്ന് തോന്നിയിട്ടുണ്ട്? ജനങ്ങളിലേക്കൊക്കെ ഇറങ്ങുന്നുണ്ട്. പക്ഷേ കാലവും സമയമൊക്കെ മാറി. പണ്ടത്തെ യുഗമല്ലല്ലോ ഇന്നത്തെ യുഗം. ഇന്നത്തെ ചെറുപ്പക്കാർ എത്ര പേർ രാഷ്ട്രീയത്തിൽ ഇൻട്രസ്റ്റഡ് ആണ്, എത്ര പേർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു, രാഷ്ട്രീയം പരിചയപ്പെടുന്നു. അപ്പം കാലത്തിൻ്റെയും സമയത്തിൻ്റെ വ്യത്യാസം സ്വാഭാവികമായിട്ടുള്ള റിഫ്ലക്ഷൻസ് വരും. അതിനകത്ത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതേസമയം എല്ലാവരും ചെയ്യാവുന്നതൊക്കെ ശ്രമിക്കുന്നുണ്ട്. അത് യാതൊരു സംശയം. ഈ രാഷ്ട്രീയത്തിലേക്ക് സജീവമായി ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അപ്പയോട് ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു കാണണം. ഈ കേരള ഒരു വിഷൻ ഇങ്ങനെ ആയിരിക്കണം, ഈ ലൈറ്റ് മെട്രോയൊക്കെ തുടങ്ങണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ? എനിക്ക് അത് വലിയൊരു ആഗ്രഹമായിരുന്നു. തിരുവനന്തപുരത്തും ആ ഒരു മെട്രോ വരണം എന്നുള്ളത്. കൊച്ചി വന്ന പോലെ തന്നെ തിരുവനന്തപുരത്ത് ഒരു മെട്രോ വരണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹവും സ്വപ്നമാണ്. ഇന്നും അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യും. 1.5 വർഷക്കാലം ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ ഉണ്ടായെന്ന് പറഞ്ഞു. ഈ നെഗറ്റീവ്സിനെ എങ്ങനെയാണ് അതിജീവിച്ചത്? നെഗറ്റീവ്സ് ഇന്നും അതുണ്ട്. കാരണം വെച്ചാൽ പ്രത്യേകിച്ച് എൻ്റെ മണ്ഡലത്തിലെ റോഡുകൾ പലതും പൊട്ടി തകർന്ന് കിടക്കുകയാണ്. അത് ആരോട് പറയും എന്നറിയില്ല. അവിടെ 2 വിഭാഗങ്ങളായിട്ട് നിൽക്കുകയാണ്. ഒന്ന് PWD ഏറ്റെടുക്കുമെന്ന് പറയുന്നു, ചിലപ്പം വാട്ടർ വർക്സ് എന്ന് പറയുന്നു. ഇവർ തമ്മിൽ ഒരു ഒരുമ വരുന്നില്ല. സോ ഞാൻ അതിനെക്കുറിച്ച് വളരെ കൺസേൺഡാണ്. കാരണം ഞാൻ തന്നെ യാത്ര ചെയ്യുന്നു, ജനങ്ങൾ യാത്ര ചെയ്യുന്നു. അവരുടെ വണ്ടിക്കുണ്ടാകുന്ന നാശനഷ്ടം, അവർക്ക് അതിനകത്ത് വീണുണ്ടാകുന്ന നാശനഷ്ടം വലുതാണ്. അപ്പം അത് ഓവർകം ചെയ്യാൻ ഒരു സൊല്യൂഷൻ ഇതിലുണ്ടാകുന്നില്ല. ഒരു മനുഷ്യനാണ്, വികാരങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും, സങ്കടം വരും, പെട്ടെന്ന് സന്തോഷം വരും. ഇപ്പോൾ ഒരു ജനനായകനാണ്, അല്ലെങ്കിൽ ഒരു MLA ആണ്, പബ്ലിക് ഫിഗറാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. ഈ ചില സമയത്തെങ്കിലും ഈ ഒരു സ്റ്റാർഡം തലവേദനയായി തോന്നിയിട്ടുണ്ടോ? അതിപ്പോൾ ഞാൻ ചെറുപ്പം തൊട്ട് നമ്മൾ സ്കൂളിൽ പോയാലും കോളേജിൽ പോയാലും എല്ലാം ഇതേപോലെ യു ആർ നോട്ട് യുവർ ഓൺ, എപ്പോഴും ഐഡൻറ്റിഫൈഡ് ആസ് എന്താ പറയുക, മുഖ്യമന്ത്രിയുടെ മകൻ എന്നാണ്, അല്ലെങ്കിൽ MLAയുടെ മകൻ, ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ളത്. അത് എൻ്റെ ചെറുപ്പം തൊട്ടുള്ളത് കൊണ്ട് അതിപ്പോൾ നാച്ചുറലായി വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ വ്യത്യാസമില്ല. കാരണം അത് നമ്മൾ ചെറുപ്പം തൊട്ട് കണ്ടീഷൻഡാണ് ആ ഒരു സിറ്റുവേഷൻ. പെട്ടെന്ന് ഇങ്ങനെ വിഷമം വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഫെഡ് പോകുമ്പോഴേക്കും എന്താ ചെയ്യുക? എങ്ങനെയാണ് അത് അതിജീവിക്കാൻ? ഇതിനകത്ത് നമ്മൾ ഒത്തിരി പ്രശ്നങ്ങളും ഒക്കെ അതിജീവിക്കുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഷൂയിൽ വന്നപ്പോഴാണ് അദ്ദേഹം എങ്ങനെ അതിജീവിച്ചു ഞാൻ ആലോചിച്ചത്. അപ്പോൾ ആളുകളിലേക്ക് ഇറങ്ങിയാൽ പകുതി പ്രശ്നം തീരും. നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ആളുടെ പ്രശ്നം വെച്ച് നോക്കും, നമ്മുടെ പ്രശ്നമൊന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അദ്ദേഹം അങ്ങനെ തന്നെയാണ്. ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഇടയിലോട്ട് ഇറങ്ങിയപ്പോൾ അവരുടെ എനർജി സ്വീകരിച്ചാണ് അദ്ദേഹം നിന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് നമ്മുടെ ഓരോ പൊതുപ്രവർത്തകൻ്റെയും ശക്തിയും ബലവും സാധാരണക്കാർ നൽകുന്ന സ്നേഹമാണ്. ചാണ്ടി ഉമ്മൻ MLAയുടെ ലഹരി എന്താണ്? അതെ, എനിക്ക് സ്പിരിച്വാലിറ്റി ഒരു ഫാക്ടറാണ്. പിന്നെ ട്രാവലിംഗ് ഇഷ്ടമാണ്. അതുപോലെ ഇപ്പം എന്താ പറയുക, ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി അവരുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ തീരും. അപ്പം പ്രാർത്ഥന എന്ന് പറഞ്ഞത് നമ്മുടെ എല്ലാം ശക്തിയാണ്. അപ്പം വിവിധ മതങ്ങൾ, വിവിധ ഭാഷകൾ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ, എല്ലാം ഒന്നാണ്. എനിക്കത് വലിയൊരു ദൗത്യമായി ഞാൻ കരുതുന്ന ആളാണ്. അപ്പോൾ ഇതൊക്കെയാണ് എന്നെ പിടിച്ചു നിർത്തുന്നത്.
ഇപ്പോൾ ഈ തിരക്ക് പിടിച്ച ജീവിതമായതുകൊണ്ട് തന്നെ ഈ സൗഹൃദങ്ങളൊക്കെ എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കുന്നത്? സൗഹൃദമൊക്കെ ഉണ്ട്. സൗഹൃദത്തിനപ്പുറം ഇപ്പോൾ ഫുൾ ടൈം പൊളിറ്റിക്സ് ആയതുകൊണ്ട് നമ്മൾ ആ ഒരു ഫോക്കസിലേക്ക് വന്നു കഴിഞ്ഞു. ഇനിയിപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും ആളുകളെ സഹായിക്കുക, ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അതേസമയം സുഹൃത്തുക്കൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഉണ്ട്. അവരെ കാണാനൊക്കെ ഞാൻ സമയമെടുക്കാറുണ്ട്. എൻ്റെ കോളേജിൽ പോകാൻ അവസരം കിട്ടും, അവർ വിളിക്കുമ്പോഴൊക്കെ ഞാൻ പോകാറുണ്ട്. ഏത് കോളേജ് വിളിച്ചാലും, എൻ്റെ ആൽമാമേറ്റർ എന്നെ എപ്പോൾ വിളിച്ചാലും ഞാൻ പോകും. എന്താണ് കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം ഈ തമ്മിത്തല്ല് അല്ലെങ്കിൽ ഈ വാക്കുകൾ കൊണ്ടുള്ള ആക്രമണം, ഇതൊക്കെ നമ്മളിപ്പോൾ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ്. കോൺഗ്രസിൽ ഇപ്പോൾ അങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലോ. കോൺഗ്രസിലെ പ്രശ്നങ്ങളൊക്കെ അലിഞ്ഞില്ലാതായതുപോലെ വന്ന് നമുക്ക് കാണാൻ സാധിക്കും. യാതൊരു പ്രശ്നവും ഇപ്പോൾ ഇല്ല. പെട്ടെന്ന് പിണങ്ങുന്ന ആളാണോ താങ്കൾ? ഞാനങ്ങനെ ആരോടും പിണങ്ങാറില്ല. ഇല്ല. ഇപ്പം ആരോടത്തെങ്കിലും എനിക്കൊരു വിഷമം ഉണ്ടായാൽ തന്നെ അധികം നാളങ്ങനെ ഇതാകത്തുമില്ല. നമ്മളെല്ലാവരുമായിട്ട് ചേർന്ന് പോകുന്ന ആളാണ്. കാരണം ഞാൻ ചോദിക്കാൻ കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തന്നെ താങ്കളുടെ വിഷമം തുറന്നു പറയുകയുണ്ടായി, വേണ്ടത്ര പരിഗണന അല്ലെങ്കിൽ അവഗണന ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവഗണന എന്നൊന്നും ഞാൻ വാക്കുപയോഗിച്ചിട്ടില്ല. ഞാനെന്താണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ചേർത്ത് നിർത്തിയില്ല എന്ന്. ഞാൻ ഇലക്ഷൻ സമയത്ത് എന്തെങ്കിലും പറഞ്ഞു? എൻ്റെ അടുത്ത് ഈ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് പത്രക്കാർ വന്ന് ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ പാലക്കാട് പോയില്ല എന്നും പാലക്കാട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തില്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ല. അപ്പോൾ അതേസമയം അപ്പോൾ ഉത്തരവാദിത്വം ഇല്ലാത്തപ്പോൾ ഞാൻ എൻ്റെ പ്രയോറിറ്റി നിശ്ചയിച്ചു. എൻ്റെ പ്രയോറിറ്റി പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുകയെന്ന്. അത്രയും ഞാൻ പറഞ്ഞോളൂ. വേറെ ആരോടും ഞാൻ പിണങ്ങിയതായിട്ട് പറഞ്ഞിട്ടില്ല, അവഗണിച്ചെന്ന് പറഞ്ഞില്ല, പാർട്ടി എന്നെ തള്ളിയെന്ന് പറഞ്ഞില്ല. ഞാനൊന്നും പറയാത്ത കാര്യം എൻ്റെ പുറത്ത് അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ വാർത്തകളെല്ലാം വന്നത്, വാർത്ത നിങ്ങളല്ലേ ഉണ്ടാക്കുന്നത്. വാർത്ത ഇപ്പം ഞാൻ എന്ത് പറഞ്ഞാലും ഇപ്പം എങ്ങനെ വേണം, ഏത് സൈഡിൽ നിന്ന്. ഞാനിപ്പോൾ ഹാഗിയ സോഫിയെ പറ്റി പറഞ്ഞു. ഹാഗിയ സോഫിയെ പറ്റി പറഞ്ഞെല്ലാം വെട്ടിയെടുത്തിട്ട് ഞാൻ പ്രസംഗിച്ചതിൻ്റെ 12ാം ദിവസം പല രീതിയിൽ കൊണ്ടുവന്നു. അപ്പോൾ പൊളിറ്റിക്കൽ മോട്ടീവോടെ ചില ആൾക്കാർ അത് ടാർഗറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എൻ്റെ അപ്പനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ മാധ്യമങ്ങൾ എവിടെ ഉള്ളത്? ചില സോഷ്യൽ മീഡിയാസ് ഞാൻ എൻ്റെ ഫാദറിനെ കൊല്ലുമെന്ന് പറഞ്ഞ ടീമുകളാണ് ഉള്ളത്. അപ്പോൾ അവരിൽ നിന്ന് ഇതിൽ കൂടുതൽ എന്താ പ്രതീക്ഷിക്കുക? അപ്പോൾ അവർക്ക് ഞാൻ പറയുന്നത് എന്ത് വന്നാലും അവർക്ക് വിവാദമാണ്. അവർ കട്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുക. അവർക്ക് എത്തിക്സ് ഇല്ല. എത്തിക്സിൻ്റെ അക്ഷരം അറിയില്ല, അതിൻ്റെ സ്പെല്ലിങ് അറിയില്ല. അത് തന്നെ മാധ്യമരംഗത്ത് നിൽക്കുന്നു എന്ന് പറയുന്നേ ഉള്ളൂ. നിങ്ങളെയല്ല പറയുന്നത്, മാധ്യമരംഗത്തെ മുഖ്യധാരയും അല്ല പറയുന്നത്. പേരിന് വേണ്ടി മാധ്യമം ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ അധർമ്മമാണ്. മാധ്യമങ്ങൾ അങ്ങനെ അവർ വളച്ചൊടിക്കും എന്നൊന്നും ചിന്തിക്കാതെ വളരെ ഫ്രാങ്കായി തുറന്നു പറയുന്ന ഒരാളാണ്. എന്തിങ്ങനെ വളച്ചൊടിക്കപ്പെടുമോ? ഞാൻ ആരെയും ആക്രമിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. ഞാൻ ആരെ പറ്റി പറയുന്നത് നന്മ മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഞാൻ ഒരു സമൂഹവും മോശമാണെന്നോ ഞാൻ ആരെങ്കിലും തമ്മിൽ തല്ലണമെന്നോ ഞാൻ പറയാറില്ല. ഞാൻ പറഞ്ഞിട്ടുള്ള സത്യമാണ്. എൻ്റെ വിശ്വാസങ്ങൾ ചിലതുണ്ട്, ആ വിശ്വാസത്തിൽ ഞാൻ അടിയുറച്ച് നിൽക്കും. അതേസമയം ഞാൻ ഉള്ളതുപോലെ കാര്യങ്ങൾ പറയുന്ന ആളാണ്. പക്ഷേ അതേസമയം ഞാൻ ഒരു ഇല്ലാത്ത കാര്യം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ആരെയും മോശമാക്കി ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ മോശമാക്കിയെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പ്രതിപക്ഷ നേതാവിനെ പറ്റി പറഞ്ഞു, KPC പ്രസിഡന്റിനെ പറ്റി പറഞ്ഞു, ആരെയും പറ്റി പറഞ്ഞില്ല. എനിക്ക് ചുമതല കിട്ടാത്തതുകൊണ്ട് പോയില്ല എന്ന് പറഞ്ഞതിനെ ഇവർ വളച്ചൊടിച്ചു. ഞാൻ ഹാഗിയ സോഫിയുടെ പ്രസംഗം എടുത്ത് നോക്കണം. ഞാൻ പറഞ്ഞതാ, ഏതെങ്കിലും രാജ്യത്തെ പ്രശ്നം പറഞ്ഞ് നമ്മളെന്തിനാ പടക്കടിക്കുന്നത് ഞാൻ പറഞ്ഞുള്ളൂ. നമ്മൾ സ്നേഹത്തിൽ കഴിഞ്ഞവരാണ്, എല്ലാവരും ഒന്നാണ് എന്നുള്ള കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അതിനെ വളച്ചൊടിച്ചു. അതാണ് ഈ പലതവണയായിട്ട് സെലക്റ്റീവായിട്ട് ആ ഒരു പ്രത്യേക ക്ലിക്കുണ്ട്. ആ ക്ലിക്ക് തീരുമാനിച്ചതനുസരിച്ച് ഇത് ചെയ്യുന്നത്. അങ്ങനെ ഈ പറയുന്ന വാക്കുകൾ വളച്ചൊടിക്കുന്നു, അത് ഭയങ്കര മാധ്യമ ശ്രദ്ധ നേടുന്നു, ഇതൊക്കെ ഭയങ്കര വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടോ ആ സമയം? വിഷമമൊന്നും ഉണ്ടാക്കുന്നില്ല. കാരണം ചിലർക്ക് അതാണ് ജോലി, അവരെ ചെയ്യട്ടെ. അല്ലെങ്കിൽ ആ സമയം ട്രോളുകളൊക്കെ വരുന്നു. ട്രോളിനെ ഞാൻ സ്വാഗതം ചെയ്യുക. ഇപ്പം നെഹ്റു ശങ്കറിനോട് പറഞ്ഞത് ഡോണ്ട് സ്പെയർ മീ എന്നാണ്. ഞാനത് തന്നെ പറഞ്ഞു, ട്രോൾ ചെയ്തോട്ടെ, ഒരു പ്രശ്നമില്ല, സ്വാഗതം ചെയ്യുന്നു. ട്രോൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ചില മിസ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയുന്നത്. ട്രോൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയാൻ നോക്കുന്നത്. അതുപോലെ നമുക്കൊരു തമാശയ്ക്ക് വകയല്ലേ, ആയിക്കോട്ടെ. ഓക്കെ. അത് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ടേം മാറി മാറി വരും. ജനങ്ങൾ എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. വീണ്ടും 2ാം ടേമും പിണറായി സർക്കാരാണ് അധികാരത്തിലേറിയത്. 3ാമതും അവർ തന്നെ അധികാരത്തിൽ വരുമെന്ന് അവർ പറയുന്നു. 2ാമത്തെ തവണ വന്നത് അവരുടെ കഴിവിലല്ല, കോവിഡിൻ്റെ ബലത്തിലാണ്. കോവിഡ് കാരണം ജനങ്ങൾ വോട്ട് ചെയ്യാൻ പറ്റി പോയില്ല. ഏറ്റവും ലോവസ്റ്റ് വോട്ടിംഗ് പോളിംഗ് ആണ് 65ക്ക് ശേഷം. അതാണ് സാഹചര്യം. അപ്പം ഈ തവണ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ? ഇല്ല. ഇവിടെ ജനവികാരം ഉണ്ടോ സർക്കാരിനെതിരെ? ഉണ്ട്. ആ സർക്കാരിനെതിരെയുള്ള ജനവികാരം കോൺഗ്രസ്സിന് അനുകൂലമാക്കാൻ സാധിക്കും, UDF അനുകൂലമാക്കാൻ സാധിക്കും എന്നാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം. പെട്ടെന്ന് ഒരാളെ എടുത്ത് പൊക്കുകയും അതുപോലെ തന്നെ പെട്ടെന്ന് താഴെ ഇടുന്നതുമായിട്ടുള്ളൊരു സ്വഭാവം ഉണ്ടോ കോൺഗ്രസ് എന്ന പാർട്ടിക്കോ? ഇത്രയും ആളുകളെ ചേർത്ത് പിടിക്കുന്ന ഒരു പാർട്ടി ലോകത്ത് കാണില്ല. അത്രയ്ക്ക്
എല്ലാവരെയും ഒന്നായി കാണുന്ന എല്ലാ മതത്തിൽപ്പെട്ടവരെയും എല്ലാ വർഗത്തിൽപ്പെട്ടവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു പാർട്ടി ലോകത്ത് കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ എടുത്തു കഴിഞ്ഞാൽ 3 പ്രമുഖരായ നേതാക്കളാണ്. ഇതുപോലെ ഉമ്മൻചാണ്ടി സാർ, അതുപോലെ തന്നെ കെ കരുണാകരൻ സാർ, AK ആന്റണി സാർ. ഇത് രണ്ടുപേരുടെയും മക്കളിപ്പോൾ BJP എന്ന പാർട്ടിയിലാണ്. കെ മുരളീധരൻ ഇവിടെയാണെന്നറിയാമോ? പത്മജ വേണുഗോപാൽ. പത്മജ രാഷ്ട്രീയത്തിനുണ്ട് ഏതെങ്കിലും പോസ്റ്റ് ഇരുന്നിട്ടുണ്ടോ? പത്മജ 2 പ്രാവശ്യം മത്സരിച്ച് പരാജയപ്പെട്ടാളാ. കെ മുരളീധരൻ ഈ പാർട്ടിക്ക് വേണ്ടി KPC പ്രസിഡന്റായും ഒക്കെ പ്രവർത്തിച്ച അദ്ദേഹം ഇവിടെ തന്നെയല്ലേ. എന്തുകൊണ്ടായിരിക്കാം അവരോട് ചോദിക്കണം. അവരുടെ ഇഷ്ടമാണ്. അവർക്കിപ്പം ഞാൻ പറയുന്നത് ഒരേ സമയം മക്കൾ രാഷ്ട്രീയത്തെ എതിർക്കുകയും മക്കൾ പോയി കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമെന്ന് പറയുന്നത് ശരിയാണോ? അവരവരുടെ ഇഷ്ടത്തിന് പോയി. അതിനകത്ത് ഈ പാർട്ടിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഈ പാർട്ടി എന്നും ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ജനനേതാക്കളോടൊപ്പമാണ്. ഇപ്പം പെട്ടെന്ന് ഇടുകയെന്ന് ചോദിച്ചു. പെട്ടെന്ന് എടുക്കുക. എൻ്റെ ഫാദർ 53 വർഷക്കാലം ഈ നാട്ടിലെ MLA ആയിരുന്നു. ഒരു പാർട്ടി അദ്ദേഹത്തിന് കൊടുത്ത അംഗീകാരം. AK ആന്റണി കെ കരുണാകരനും എത്ര തവണ മുഖ്യമന്ത്രിമാരെ പെട്ടെന്ന് ഇടുവാണോ? ഒരിക്കലുമില്ല. ഈ പാർട്ടിയെ സംബന്ധിച്ച് എല്ലാവരും ചേർത്ത് പിടിക്കും. പക്ഷേ അതേസമയം പോകാനുള്ളവർക്ക് പോകാം. അപ്പോൾ ആരെങ്കിലും പോയെന്ന് പറഞ്ഞ് ഞങ്ങളാരും ഇന്നോവ വിടത്തില്ല. BJPയുടെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറാണ് വന്നിരിക്കുന്നത്. ഒരു പ്രൊഫഷണലാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പാർട്ടിയിലും അങ്ങനെ ഒരാളുണ്ട്, ശശി തരൂർ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാലത്തിനനുസരിച്ച് BJP മാറുന്നുണ്ട്? അവരൊരു സ്ട്രാറ്റജിയാണത്. അടുത്ത തെരഞ്ഞെടുപ്പ് പിടിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഒരു കാലത്തിനനുസരിച്ച് അങ്ങനെ ഒരു മൂവ് അവർ നടത്തുമ്പോൾ ഇവിടെ എന്താണ്? BJPയുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കോപ്പി ചെയ്യുന്നതാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? അല്ലല്ലോ. BJPക്ക് BJPയുടെ വഴി തനി വഴി. ആ വഴി അവർ വയ്ക്കോട്ടെ. ഞങ്ങളുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എല്ലാവരും ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ സ്ട്രാറ്റജി. അതിനകത്ത് എല്ലാവരും ഉണ്ട്. പക്ഷേ BJP വേരുറപ്പിക്കുകയാണ് കേരളത്തിൽ. അല്ല, അതൊക്കെ ഇലക്ഷനല്ലേ പറയാൻ പറ്റുള്ളൂ. ഇലക്ഷൻ വരട്ടെ, അപ്പോൾ നമുക്ക് നോക്കാം. എപ്പോഴാകും വിവാഹം എന്ന ചോദ്യം ക്ലീഷേ ചോദ്യമാണ്. അതിങ്ങനെ ആവർത്തിച്ച് കേൾക്കുമ്പോൾ ദേഷ്യം വരാറുണ്ടോ? ദേഷ്യമൊന്നും വരുന്നില്ലല്ലോ. നിങ്ങൾ റിപ്പോർട്ടർ ആദ്യം ചോദിച്ചപ്പോഴും ഞാൻ അവർക്ക് കൊടുത്ത മറുപടി ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ എൻ്റെ കാറിൽ ഇരുന്ന് നടത്തിയ ഇൻ്റർവ്യൂക്കാരൻ ഞാൻ ചിരിച്ചുകൊണ്ടല്ലേ ഇതെല്ലാം പറഞ്ഞേ. എനിക്കൊരു എന്താ പറയുക, ഇതിനകത്തുള്ള പ്രശ്നം നമ്മുടെ സമൂഹത്തിലൊരു പ്രശ്നമുണ്ട്. ഒരു സമയമായ വിവാഹം കഴിക്കണം എന്നത് അത് ആരാ തീരുമാനിച്ചേ? അപ്പം നമ്മുടെ സമൂഹത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടുക എന്നുള്ളത്. അത് നമുക്ക് ശകലം എന്താ പറയുക, ഒന്ന് മാറ്റി ചിന്തിക്കണ്ടേ എന്നൊരു ചിന്ത എനിക്കുണ്ട്. അതിൽ ഇതിനകത്ത് എനിക്കൊരു പ്രശ്നമില്ല. ഇപ്പം എൻ്റെ സമയം, എൻ്റെ ഉചിതമായ തീരുമാനമാണ് ഇതെടുക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് ആർക്കും അതിന് സ്വാതന്ത്ര്യമില്ല. ആ സ്വാതന്ത്ര്യം എനിക്കുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്തുക. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ ചില കാര്യങ്ങൾ, തീരുമാനങ്ങൾ എൻ്റെതാണ്. അതിനകത്ത് ആരെയും ഞാൻ കൈയെടുത്ത് അനുവദിക്കത്തില്ല. വിവാഹം എപ്പോഴാണ് ചോദിക്കുമ്പോൾ മാത്രമാണ് എടുത്തടിച്ച് പോലും മറുപടി പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. വേറെ ഒരു ചോദ്യത്തിനും അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ അച്ഛനെ പോലുള്ള ഒരാൾക്ക് അഭിഭാഷകനായാലും എനിക്ക് തോന്നുന്നു പെട്ടെന്ന് മനസ്സറിയുന്ന ഒരു, അതോ ഇനി ഒരു അഭിഭാഷകനായാലും ഇല്ല ഒരു വേറൊരു മുഖം ഉണ്ടോ ശരിക്കും? ഇല്ല, എനിക്കിപ്പം അഭിഭാഷകനാവാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടല്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് പൊളിറ്റീഷ്യൻ ആവാന്നുള്ളത് എൻ്റെ ചെറുപ്പത്തിൽ തൊട്ട് ആഗ്രഹം. അപ്പോൾ ഞാൻ എന്തായാലും അവിടെ എത്തും എന്നുള്ളത് എനിക്ക് തീരുമാനത്തിൻ്റെ കാര്യമാണ്. പക്ഷേ ഓൾ ഡെസ്റ്റിനി. തിരക്ക് പിടിച്ച ജീവിതമാണ്. പക്ഷെ ചില കാര്യങ്ങൾ കൂടെ കൂട്ടാൻ എല്ലാവരും ആഗ്രഹിക്കുമല്ലോ. അങ്ങനെ കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങളെ തന്നെയായി കൂടുതൽ ജനങ്ങളുണ്ടാവണമെന്നല്ലേ നമ്മുടെ എല്ലാ ആഗ്രഹം. അപ്പം പക്ഷേ നമുക്കതിനുള്ള ഇന്ന് ഒത്തിരി പേര് എന്നെ കാണാൻ വരുന്നു, ഒത്തിരി പേര് എന്നെ അപ്പയെ പ്രതീക്ഷ വരുന്നു. അവർ അങ്ങനെ വരുമ്പോൾ എനിക്ക് അങ്ങനെ ആ ഒരു തലത്തിൽ പിന്തുണയ്ക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്നെക്കൊണ്ട് ചെയ്യാവുന്ന വിധം ഞാൻ ചെയ്യാൻ ശ്രമിക്കും. അതാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. പക്ഷേ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി ഇടപെട്ട് ഈ ജീവിതം നടത്തണം എന്നുള്ളതാണ് എൻ്റെ. ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോഴേക്കും പാടുന്നുണ്ടായിരുന്നു, വെണ്ണില ചന്ദനക്കിണ്ണമാന്ന് തോന്നുന്നു, പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയതാണ് ഒരു ജാസി ഗിഫ്റ്റിൻ്റെ സൗണ്ടുമായി റിസംബ്ലൻസ് ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? ഓക്കെ, എനിക്കങ്ങനെ തോന്നി, അങ്ങനെ ഒരു സാമ്യത ഉണ്ട് എന്നുള്ളത്. എൻ്റെ അവസാനത്തെ പാട്ട് കേട്ടിട്ടില്ല, അമ്പലപ്പുഴ കേട്ടിട്ടില്ല. ഇല്ല, ഞാൻ ഇതാണ് കേട്ടത്, ഈ പാട്ട്. എന്നാൽ അമ്പലപ്പുഴ ഒന്ന് പാടാമോ? ഒരു അത് എനിക്ക് തോന്നുന്നു, ഞാൻ എൻ്റെ മണ്ഡലത്തിലൊരു ക്ഷേത്രമുണ്ട്, കാടമുറി ക്ഷേത്രം. അപ്പോൾ അവിടെ പോയപ്പം അവരിതേപോലെ നിർബന്ധിച്ച് പാടിയതാണ്. അത് ഒത്തിരി പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ വിചാരിച്ചു താങ്കൾ അതായിരിക്കും പറയാൻ പോകുന്നത്. ഇല്ല, ഞാനൊരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ കേട്ടതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജാസി ഗിഫ്റ്റിൻ്റെ സൗണ്ടുമായി നല്ല റിസംബ്ലൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എന്നാൽ അതവിടെ നിൽക്കട്ടെ. എന്നാൽ പിന്നെ പ്രേക്ഷകർ ഏറ്റെടുത്ത്, പുതുപ്പള്ളിക്കാർ ഏറ്റെടുത്ത് അമ്പലപ്പുഴ പാടാമോ? 2 ലൈൻ മതി. മതി. അമ്പലപ്പുഴ
ഉണ്ണി കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെ ഓതി വന്നുവോ. ഇതൊരു വരിയല്ലേ ഉള്ളൂ. അത് മതി, രണ്ടുപേരും. ഓക്കെ, ഞാൻ പറയാൻ ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്. അതെൻ്റെ വളരെ പേഴ്സണൽ ആയിട്ടൊരു കാര്യമാണ്. 2006 തോന്നുന്നു. 2006 ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു പാലമുണ്ട്, തൃക്കണ്ണാപുരം പാലം. അപ്പോൾ പാലം യാഥാർത്ഥ്യമായ വർഷമാണ് 2006. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കുഞ്ഞാണ്. അപ്പോൾ ആ പാലം ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് സാറ് വരുന്ന സമയത്ത് തുറന്ന ജീപ്പിൽ സാറിന് ഇങ്ങനെ പാലത്തിൽ അങ്ങോട്ടേക്ക് ആനയിക്കുകയാണ്. അപ്പോൾ എനിക്കൊന്നും അറിയില്ല. ഉമ്മൻചാണ്ടി എന്ന പേര് ഇപ്പോഴത്തെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലെ എനിക്കും അന്ന് അറിയായിരുന്നു. അപ്പോൾ സാർ ഇങ്ങനെ പോകുമ്പോഴേക്കും ജനസഞ്ചയമാണ് സ്വാഭാവികമായിട്ടും. ഞാനിങ്ങനെ പുറകെ വിളിച്ചുകൊണ്ട് പോവുകയാണ്, ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി. അല്ല, സാറൊന്നും ചേർത്തിട്ടില്ല, സത്യസന്ധമായി പറഞ്ഞാൽ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ പുറകെ ഓടുമ്പോഴേക്കും എന്നെ സാറ് ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഒരു മുഖ്യമന്ത്രിയാണ്, കാണാനൊരു കൗതുകം, ജനങ്ങളെല്ലാം കൂടി നിൽക്കുന്നു. അപ്പോൾ എൻ്റെ നാട്ടുകാരൊക്കെയാണ് അവിടെ ഉള്ളത്. പക്ഷെ അവരൊക്കെ ഞാൻ വകവച്ചില്ല. ഞാനിങ്ങനെ പുറകെ ഓടുകയാണ് ഉണ്ടായത്. ഇങ്ങനെ ഓടിയിട്ട് ആ പാലം ഉദ്ഘാടനം ചെയ്യാൻ സാറ് ഇറങ്ങുന്ന ആ നിമിഷം സാർ എന്നെ വിളിക്കുകയാണ്. അപ്പം എനിക്കിപ്പോഴത് ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നെ എങ്ങനെയാണ് ഇത്ര ഓർമ്മ, അല്ലെങ്കിൽ എന്നെ ശ്രദ്ധിച്ചോ സാർ? എന്നെ നോക്കിയിട്ടേ ഇല്ല. എന്നെ വിളിച്ചിട്ട് എനിക്ക് കൈ തന്നു, എന്നോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. എന്നിട്ടാണ് പാലം ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോയത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. കാരണം മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഞാൻ ഈ കഥ എൻ്റെ ഓഫീസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നെ എല്ലാവരും കളിയാക്കും. കാരണം അത് കളിയാക്കാൻ കാരണം അതിനുശേഷം ഞാനിപ്പോൾ ജോലിക്ക് കയറിയ സമയത്ത് ഒരു കുട്ടി ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി എന്ന് വിളിച്ച് പോയ ഒരു വിഷയം ഉണ്ടായിരുന്നു, ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു. പക്ഷെ അവരാരും ഇത് വിശ്വസിക്കാൻ തയ്യാറായില്ല. പക്ഷേ അപ്പം അങ്ങനെ ആയിരുന്നു. യാതൊരു സംശയമില്ല. അങ്ങനെ ആൾക്കാരെ വിളിക്കുമ്പോൾ ഇപ്പോഴും കുഞ്ഞുങ്ങൾ ഉമ്മൻചാണ്ടി. ഞാൻ ഈ ഇടയ്ക്ക് ഒരു സ്കൂളിൽ പോയി. ആ സ്കൂളിൽ പോയപ്പം ഒരു കൊച്ചുകുട്ടി, അപ്പം ബാക്കി എല്ലാവരും എൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ ഈ പയ്യനോട് ചോദിച്ചു, പേരെന്താ? ഉമ്മൻചാണ്ടി. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പേരെന്താ? പുള്ളി പറയുന്നില്ല. പുള്ളി ഉമ്മൻചാണ്ടി മാത്രം. പിന്നെ സെൽഫി എടുത്തപ്പോൾ പോലും പുള്ളി മുഖം തിരിച്ചു വെച്ചാൽ എടുത്ത്. ആ പയ്യൻ്റെ പേര് ഇപ്പോഴും അത്രയ്ക്ക് അപ്പയോട് എന്താണെന്നറിയില്ല, അപ്പയുടെ പേര് മാത്രമേ പറയുന്നുള്ളൂ, എൻ്റെ പേരോട് പറയുന്നുമില്ല. അത്രയ്ക്ക് അപ്പയോടുള്ള ഒരു സ്നേഹം. കാരണം ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു കുട്ടിയെ കാണുന്നത്. അപ്പം അങ്ങനെ ഒത്തിരി പേർക്ക് സ്നേഹമുണ്ട്. ഇപ്പം താങ്കൾക്ക് അതായിരിക്കും അദ്ദേഹത്തിനുള്ള. എനിക്കും അങ്ങനെയാണ്. ഞാനിപ്പം കോൺഗ്രസ്സിൽ നിൽക്കാനുള്ള കാര്യവും കോൺഗ്രസ്സിൽ ഇന്നും നിൽക്കുന്നതിൻ്റെ കാര്യവും ഒരു നേതാവ് അങ്ങനെ ചെയ്തുകൊണ്ടാണ്. രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹത്തെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഒരു സെക്കൻഡ് കണ്ടേ ഉള്ളൂ. പക്ഷെ എൻ്റെ ഫാദറാണ് എന്നെ തോളിൽ വെച്ച് അദ്ദേഹത്തെ കണ്ട് ഒരു സെക്കൻഡേ കണ്ടുള്ളൂ. പക്ഷെ അദ്ദേഹം എൻ്റെ മനസ്സിൽ അന്ന് പതിച്ചു. ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള, അതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസ്സിൽ നിൽക്കുന്നത് തന്നെ. അപ്പം തീർച്ചയായിട്ടും അത് നമുക്ക് കുട്ടികൾക്കാണ് അതിൻ്റെ വാല്യൂ മനസ്സിലാവുന്നത്. നമ്മളെക്കാട്ടി വലിയൊരാൾ, വലിയ പദവി ഇരിക്കുന്ന ആൾ നമ്മളെ സ്നേഹിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് വലിയൊരു സ്ഥാനം ജീവിതത്തിൽ മൊത്തം കാണും. അതെനിക്ക് മനസ്സിലാക്കാം. ഐ ക്യാൻ ഐഡൻറ്റിഫൈ വിത്ത് യു. എന്താണ് അത് പറയാൻ ഉദ്ദേശിക്കുന്നത്? അത് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വികാരമാണ്, അല്ലെങ്കിൽ സങ്കടമല്ല, സന്തോഷം കൊണ്ട് ഇങ്ങനെ കണ്ണു നിറയും. ഏതായാലും വളരെയധികം നന്ദി. ഈ പറഞ്ഞതുപോലെ ഇത്രയും സമയം നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചതിന്. ഏതായാലും ഇനിയുള്ള കാലവും പുതുപ്പള്ളിക്കാരെ കൂടാതെ നമ്മുടെ കേരളത്തെ നന്നായി നയിക്കാനാകട്ടെ എന്ന് എല്ലാവിധ ആശംസകൾ നേരുന്നു. താങ്ക് യു.